അത് വെറുതെ ഓതാനുള്ളതല്ല, അള്ളാഹുവിന്റെ കലാമാണ്. പാരായണം ചെയ്താ കരയണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സൗദി അറേബ്യയിൽ പടച്ചവനെ കഅബാലയത്തിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാര് അവനിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓതുമ്പോ അവരുടെ കണ്ണ് നിറയുകയാണ്. റമളാൻ മാസമൊക്കെ കടന്നു വരുമ്പോ അബ്ദുറഹ്മാൻ സുദൈസിയൊക്കെ ഓതുന്നത് കേൾക്കണം. പടച്ചവനെ കരച്ചരാ സഹോദരാ, അവര് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തേങ്ങുകയാണ്. യൂട്യൂബ് എടുത്തടിച്ചു നോക്കിയാ നിങ്ങൾക്ക് കാണാം. ഖുർആൻ പാരായണം എടുത്ത് നോക്കിയാൽ പടച്ചവനെ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നവരെ കാണാം. പടച്ചവനെ കഴിഞ്ഞ റമളാനിനാണെന്ന് തോന്നുന്നു. പടച്ചവനെ റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോകുമ്പോ അല്ലാഹുവേ ഓതുകയാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാ, കരയുകയാ. പടച്ചവനെ ഇമാം കരയുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്. പടച്ചവരെ കരയുകയാ, അത് ഓതി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ കരയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് കരയണേ സഹോദരാ. അതിന്റെ അർത്ഥം നീ എവിടെന്ന് ചിന്തിക്കണം. ഇത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ബോധമെങ്കിലും നിനക്കുണ്ടാകണം. അതങ്ങനെയല്ലല്ലോ. ഇന്ന് പടച്ചവനെ ഖുർആൻ ഓതുന്നത് കണ്ടാൽ കാല് നീട്ടി വെച്ചിരിക്കുകയാണ്, ഒതുവെടുക്കാറില്ല. പലരും ഒതുവില്ലാതെ ഖുർആൻ തൊടുന്നവരുണ്ട്. ഒതുവോടുകൂടി ഖുർആൻ എടുത്താൽ കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. പടച്ചവനെ കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം പാരായണം ചെയ്യാൻ. ഇതൊക്കെ ഖുർആൻ ഓതുന്നതിന്റെ മര്യാദകളാണെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിസാരമല്ല. അല്ലാഹുവിന്റെ കലാം നിസാരമല്ല. അതിനെ നിസാരമായി കാണല്ലേ. അല്ലാഹു പറയുകയാ, എന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്നവനുണ്ടല്ലോ, അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ കലാം കേട്ടിട്ട് എന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് അത് പരിഗണിക്കാത്തവനുണ്ടല്ലോ, അതിനെ നിസാരമാക്കുന്നവനുണ്ടല്ലോ, അതിനെ നിസാരവൽക്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. പടച്ചവനെ, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നവനല്ല, പാവങ്ങളെ കൊന്നെടുക്കുന്നവനല്ല, ക്രൂരനായ ഭരണാധികാരിയല്ല. അല്ലാഹു പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി ആരെന്നറിയോ? എന്റെ കലാമിനെ നിസാരമാക്കുന്നവനാ, എന്റെ കലാമിന് പരിഗണന കൊടുക്കാത്തവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മസലുഹും കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ചിന്തിക്കാതെ ഓതുന്ന വാപ്പാ, നീ കഴുതയെ പോലാ വാപ്പാ, നീ കഴുതയെ പോലെയാണ്. അല്ലാഹു ആ മനുഷ്യനെ ഉപമിക്കുന്നത് കഴുതയോടാണ്. അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ എപ്പോഴും ചോദിക്കുന്ന ഉസ്താദേ, എന്റെ ഭർത്താവ് നന്നാകാത്തതിന്റെ കാരണം എന്താണ്? എന്റെ ഭർത്താവിന് ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ടല്ലോ. ചെറുപ്പക്കാരനല്ല, 45-50 വയസ്സ് കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ, നിസ്കരിക്കുന്നില്ലല്ലോ, ഖുർആൻ ഓതുന്നില്ലല്ലോ, ദിക്റുകൾ പറയുന്നില്ലല്ലോ, അല്ലാഹുവിനെ മറന്നു നടക്കുകയാണല്ലോ.
ഉസ്താദേ, പ്രായമായാൽ ഏത് മനുഷ്യനും നന്നാകുമല്ലോ. എന്തുകൊണ്ടാണ് എന്റെ വാപ്പ നന്നാകാത്തത്, എന്റെ ഉമ്മ നന്നാകാത്തത്, എന്റെ മക്കള് നന്നാകാത്തത്? ഉസ്താദേ, 18 വയസ്സുള്ളവനോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ. അവന് കഞ്ചാവടിക്കുകയാ, അവൻ നിസ്കരിക്കാറില്ല, അവൻ വാപ്പയെ തല്ലാൻ കൈവെക്കുകയാ. പടച്ചവനെ, അവൻ എന്നെ ചീത്ത വിളിക്കുന്ന ഉസ്താദേ. എന്റെ 15 വയസ്സുള്ള മകന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ നന്നാകാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. മരണം മുമ്പില് ജനാസ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടും നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിസ്കരിക്കാത്ത നിന്റെ മുമ്പില്, അല്ലാഹനെ മറന്നു നടക്കുന്ന നിന്റെ മുമ്പില്, നിന്റെ പിതാവിന്റെ ജനാസ കൊണ്ടുവന്ന് റബ്ബ് കാണിച്ചു തന്നല്ലോ. നിന്നെക്കാളും പ്രായ കുറഞ്ഞവന്റെ ജനാസ കാണിച്ചു തന്നല്ലോ. എന്നിട്ടും നന്നാകുന്നില്ലല്ലോ. പടച്ചവനെ, നന്നാകില്ലടോ, ഒരു കാലത്തും നന്നാകില്ലടോ, ഒരു കാലത്തും നന്നാകില്ലടോ. പെങ്ങളെ, അവര് നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അവർ അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവരാ. അവരല്ലാന്റെ വിശുദ്ധമായ ഖുർആനിന് ഒരു പരിഗണനയും കൊടുക്കാത്തവരാ. അല്ലാഹു പറയുകയാ, വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. പടച്ചവനെ, അവരുടെ ഹൃദയത്തിനകത്തേക്ക് പിന്നെ വെളിച്ചം കയറൂല. അവരുടെ ഹൃദയം അല്ലാഹു അടയ്ക്കുകയാണ്, അവരുടെ ഹൃദയം അല്ലാഹു അടയ്ക്കുകയാണ്, സീല് വെക്കുകയാണ്. ഫലമ്മാ സാഹൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അവരുടെ ഹൃദയം അല്ലാഹു അടയ്ക്കുകയാണ്, അവരുടെ ചെവികൾ അല്ലാഹു അടയ്ക്കുകയാണ്. പിന്നെ അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു സീല് ചെയ്യുകയാണ്. അതുകൊണ്ട് വാപ്പാ, അല്ലാഹുവിന്റെ കലാമാ വാപ്പാ, സംഗീതമല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് കളിക്കാനുള്ളതല്ല. വഅലിന്റെ സദസ്സുകളിൽ പടച്ചവര് പകൽ സമയത്തൊക്കെ ഖുർആൻ പാരായണമിടുകയാണ്. ചിലര് വീട്ടിൽ ഖുർആൻ പാരായണമിടുകയാണ്. മൊബൈലിലൂടെ ഖുർആൻ ഓണാക്കി വെച്ചിട്ട് പടച്ചവനെ ഖുർആൻ പാരായണം നടക്കുകയാണ്, സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ചിലർക്ക് ഖുർആൻ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാ. നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിൽ വരും ഉളുവെടുത്തിട്ട്. എന്നിട്ട് ഉമ്മ പറയാറുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിൽ വന്നിരുന്നിട്ട് ഈ ദിക്ർ പറയും. ഈ ദിക്ർ പറഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കും, മഗ്രിബ് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ. ഈ 5 ആയത്ത് നമ്മുടെ ഉമ്മ, ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മമാർ ഓതുമായിരുന്നു, നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്ര സൂറത്ത്? 5 സൂറത്ത്. സൂറത്തുൽ വാഖിഅ ഉമ്മ ഓതും. സൂറത്തുൽ വാഖിഅ. ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിഅ ഓതുന്നത്, അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും? പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, ടെൻഷൻ അടിക്കേണ്ട വാപ്പ, വീട്ടിൽ ചെന്നിട്ട് സൂറത്തുൽ വാഖിഅ നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറ മഗ്രിബിന് ശേഷം ഓതാൻ. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഏത് വീട്ടിൽ വാഖിഅ ഓതുന്നുണ്ടോ തെണ്ടേണ്ടി വരില്ല, ദാരിദ്ര്യം അല്ലാഹു തരൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അറിയോ എവിടെ? സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് അറിയോ? പള്ളിപ്പറമ്പിൽ പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ വില. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോകുമ്പോ അറിയാം? എവിടെ പോകുമ്പോ അറിയാം? നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പ് വല്ലാത്ത പറമ്പാട്ടോ, എന്തു നീളത്തിൽ കിടക്കുന്നു.
കാട് പിടിച്ച് കിടക്ക, ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഖബർ. അള്ളാഹു ആ ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. 3 സൂറത്തു റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു അവിടെ ഉസ്താദല്ല, തങ്ങളല്ല, വലിയല്ല, മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആര് വരും? ആര് വരും? സൂറത്തു റഹ്മാൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു സജദ 3 പേജാണ്. സജദ ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന്. ആ സൂറത്ത് ഓതുന്നവർക്ക് ഉംറ ചെയ്ത കൂലിയുണ്ട്. 5 സൂറത്തു യാസീൻ. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഉമ്മ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് ഓതും. എന്നാ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ ഏഷ്യനെറ്റ്, മലയാള മനോരമ, സൂര്യ, കൈരളി നെക്കിക്കൊണ്ടിരിക്കുക. വീടിനകത്തിരുന്ന് നെക്കിക്കൊണ്ടിരിക്കുക. ഓരോ ചാനൽ മാറ്റി മാറ്റി കളിക്കുന്നു. അള്ളാഹു നിന്നെയും ഇട്ട് കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതടോ. ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും, സമാധാനം തരും. അള്ളാഹുവെ പടച്ചവനെ, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ നീ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള 2ാമത്തെ വഴി എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2ാമത്തെ വഴി എന്തെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മളെ സ്നേഹിക്കണോ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖാല മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? ജീവിതത്തിൽ ചെയ്യേണ്ട 2ാമത്തെ കാര്യം എന്തെന്നറിയോ? 2ാമത്തെ കാര്യം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ഈ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവരെ, പെങ്ങളെ, സുബഹി നിസ്കരിക്കുന്നവളാ, ളുഹർ നിസ്കരിക്കുന്നവളാ, അസ്ർ നിസ്കരിക്കുന്നവളാ, മഗ്രിബ് നമസ്കരിക്കുന്നവളാ, ഇശാ നിസ്കരിക്കുന്നവളാ. പക്ഷേ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എത്ര പുണ്യമുള്ളതാ ചെറുപ്പക്കാരാ, എത്ര പുണ്യമുള്ളതാ ചെറുപ്പക്കാരാ. നിനക്കതിന്റെ മഹത്വം അറിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുടക്കില്ലായിരുന്നു. നബി തങ്ങൾ പറയുകയാണ്, സുബഹിയുടെ സുന്നത്ത് നമസ്കാരം ലഭിക്കുന്നത് ഈ ആകാശ ഭൂമിയും അതിലെ സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുബഹിയുടെ സുന്നത്തുണ്ടല്ലോ, ആ 2 റക്അത്ത് നമസ്കാരം എനിക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചവും ഇതിലെ സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. കാരണം അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, ആരെങ്കിലും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് എന്നെ സഹായിച്ചാൽ, 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാ അവന് സ്വർഗമുണ്ട് സ്വഹാബാ, അവന് സ്വർഗമുണ്ട് സ്വഹാബാ. പടച്ചവനെ, സുബഹിയുടെ മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ, ളുഹറിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുണ്ടല്ലോ. പടച്ചറപ്പേ, മഗ്രിബിന് ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ, ഇശാഇന്റെ സുന്നത്തുണ്ടല്ലോ.
ഈ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആരെങ്കിലും നിത്യമാക്കിയാൽ അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ പടച്ചവനെ ഫർദ് നിസ്കരിക്കുന്നവനും സുന്നത്ത് നമസ്കരിക്കാൻ വല്ലാത്ത മടിയാള്. സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളുണ്ടല്ലോ, പള്ളിക്കകത്ത് ചെന്നാ 2 റക്അത്ത് നമസ്കരിക്കണമല്ലോ. പടച്ചവനെ ഒരാള് പള്ളിയിലേക്ക് കടന്നു ചെന്നാൽ 2 റക്അത്ത് നമസ്കരിക്കണമല്ലോ. ഒന്നുപെടുത്ത് കഴിഞ്ഞാ ആരാടോ 2 റക്അത്ത് നമസ്കരിക്കുന്നത്? ഒരാള് ഒന്നുപെടുത്ത് കഴിഞ്ഞാൽ അവൻ 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. ആരാ നിസ്കരിക്കുന്നത്? അതിന്റെ മഹത്വം അറിയില്ലല്ലോ, അതിന്റെ പ്രതിഫലം അറിയില്ലല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ്. സഹാബാ, ഇന്നലെ സ്വർഗ്ഗം കണ്ടു സഹാബാ, ഇന്നലെ സ്വർഗ്ഗം കണ്ടു സഹാബാ. ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നല്ല പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. ആരാണെന്ന് നബി തങ്ങൾക്ക് തിരിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ആ പോകുന്നത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ്. ബിലാലിന്റെ പേര് മലക്കുകൾ പറയുകയാ. കറുത്തവനായ അടിമയായ പാവപ്പെട്ടവനായ ആ അടിമയായ ബിലാലിന്റെ പേര് മലക്കുകൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ, എന്റെ ബിലാൽ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ പോകുന്നല്ലോ, മലക്കുകൾ നിന്റെ പേര് പറയുന്നല്ലോ. എന്ത് നന്മ ചെയ്തിട്ടാണ്, എന്ത് നന്മ ചെയ്തിട്ടാണ് അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തന്നത്? സ്വർഗത്തിലൂടെ എന്റെ മുമ്പിലൂടെ നടന്നു പോകാറ്, അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു സഹാബിയാകാറ്, നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? ബിലാൽ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും ഒളിവെടുക്കും നബിയേ, ഒളിവെടുത്താൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും നബിയേ. ഒന്നുപെടുത്തിട്ട് നിസ്കരിക്കുന്ന 2 റക്അത്തിന്റെ പ്രതിഫലമാ വാപ്പാ പറഞ്ഞു തന്നത്. പക്ഷേ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കയറിയ 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ, നിസ്കരിക്കാറുണ്ടോ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ടല്ലോ, വല്ലാതെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് ഒന്ന് തൊടാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, മഖാമ ഇബ്രാഹിം ഒന്ന് കാണാൻ, ഇസ്മായിലിനകത്തൊന്ന് കേറാൻ, സംസം വെള്ളം വയറ് നിറച്ചു കുടിക്കാൻ, സഫയും മർവയും ഒന്ന് കാണാൻ, അവിടെ ചെന്ന് സഈ ചെയ്യാൻ, അവിടെ ചെന്ന് ദുആ ചെയ്യാൻ കൊതിക്കുന്ന പെങ്ങളെ, കൊതിക്കുന്ന വാപ്പാ, പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ. പോയി ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ,
സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. നിസ്കാരപ്പായിലിരിക്കുകയാണ്. പള്ളിയിൽ വന്നവര് മുഴുവനും ഇറങ്ങിപ്പോയി. നീ ഒറ്റയ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാ നിസ്കാരപ്പായിലിരിക്കുകയാ. ഇരിക്കണം ചെറുപ്പക്കാരാ. എന്റെ വാപ്പമാരോട് പറയുകയാണ്, എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ. എല്ലാവരും നിസ്കാരം കഴിഞ്ഞു ഓടുകയാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.